താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കുളച്ചൽ യുദ്ധം നടന്നത് 1748-ലാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ആൻസർ ഓപ്ഷൻ ബി 2ഉം 4ഉം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ ചെറുത്തുനിൽപ്പാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയെ എതിർത്തുകൊണ്ട് 1741 മുത്തറാണിയെ ഇളയടത്ത് സ്വരൂപത്തിന്റെ ഭരണാധിപത്യത്തിൽ ഔപചാരികമായി പ്രതിഷ്ഠിച്ചതാണ് കുളച്ചൽ യുദ്ധത്തിന്റെ കാരണം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികളാണ് ബ്രിട്ടീഷുകാർ. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നാണ് ഡിലനോയി അറിയപ്പെട്ടിരുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻ റീഡ് ആണ്. കേരള രാമം എന്നറിയപ്പെട്ടിരുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. 1678-നും 1703-നും ഇടയ്ക്ക് 12 വാല്യങ്ങളായാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷമാണ് തെങ്ങ്. അവസാന വൃക്ഷം ആലാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനായിരുന്നു ഇ.ടി. അച്യുതൻ. രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക് ഭട്ട് എന്നിവരാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച ഗൗഡസാരസ്വത ബ്രാഹ്മണർ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ.എസ്. മണിലാലാണ്.